ഹായ്. നമ്മുടെ ജീവിതത്തിൽ നിശബ്ദത പാലിക്കേണ്ട 10 സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണം? ഓക്കെ, എങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഒന്ന്, വിഡ്ഢികളായിട്ടുള്ള ആളുകളുടെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ നിശബ്ദരായിട്ട് നിൽക്കേണ്ടതുണ്ട്. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വിഡ്ഢികളുടെ മുമ്പിൽ നിശബ്ദത പാലിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദേഷ്യമുള്ളപ്പോൾ, നമുക്ക് ദേഷ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ നിശബ്ദത പാലിക്കേണ്ടതുണ്ട്. കാരണം ദേഷ്യമുള്ള സമയത്ത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്താണോ പറയുന്നത് നമുക്കറിയില്ല. പലപ്പോഴും പല വലിയ പ്രശ്നങ്ങൾക്കും കാരണം ഈ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത്, ഗോസിപ്പുകളായിട്ട് ചുറ്റപ്പെടുന്ന സമയത്ത്, നമ്മളെക്കുറിച്ച് അപവാദങ്ങളും അപകീർത്തികളൊക്കെ പറയുന്ന സമയത്ത്, ആ സമയത്ത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, അല്ലേ? കാരണം ഗോസിപ്പുകൾ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടാണ് ഒന്ന് നോക്കുക. അപ്പം നമ്മളെന്തെങ്കിലും പറയുമ്പം അവരതിൽ പിടിച്ചു കയറും. അതുകൊണ്ട് ഗോസിപ്പുകൾ ഉണ്ടാകുന്ന സമയത്ത് മിണ്ടാതിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ധാർഷ്ട്യമുള്ള വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോൾ, ഇപ്പം ജ്ഞാനത്വമുള്ള ആളുകളുണ്ടാവും. എല്ലാത്തിലും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇവരുടെ മുമ്പിൽ നമ്മൾ എത്ര തന്നെ സത്യസന്ധത കാണിച്ചിട്ടും കാര്യമില്ല. അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിശബ്ദത പാലിക്കുക എന്നുള്ളത്. 5, ക്രൂരന്മാരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ നിശബ്ദത പാലിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ അവർ എന്തും തന്നെ ചെയ്യാം, അല്ലേ? അവിടെ നമ്മൾ അവരുടെ കാല് പിടിച്ചിട്ടോ അല്ലെങ്കിൽ എത്ര സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടോ കാര്യമില്ല. അവിടെ എന്താണ്? അവിടെ നിശബ്ദത പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6, സ്വേച്ഛാധിപതിയുടെ മുന്നിൽ, ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള ഭരണാധികാരിയുടെ മുന്നിൽ നമ്മൾ മൗനം പാലിക്കുക അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ നിശബ്ദത പാലിക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? നമുക്ക് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി 7ാമത്തെ കാര്യം, മദ്യപിച്ചിട്ടുള്ള ഒരു മനുഷ്യന്റെ മുന്നിൽ നമ്മൾ എത്ര വേദം ഓതിയിട്ടും കാര്യമില്ല, അല്ലേ? പോത്തിന് മുന്നിൽ വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയല്ലോ. മദ്യപിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബുദ്ധി വർക്ക് ചെയ്യൂല. നമ്മൾ എത്ര തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മിണ്ടാതിരിക്കുക, നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ്. ഇനി ദുഃഖം, അമിതമായിട്ടുള്ള ദുഃഖം നമ്മളെ തളർത്തുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അമിതമായിട്ട് സംസാരിക്കാനോ പാടില്ല എന്നുള്ളതാണ്. കാരണം അവിടെ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ആവില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താവില്ല, അത് ശരിയാവില്ല. അപ്പം അവിടെ നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ് 8ാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി 9ാമത്തേത്, പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നമ്മളങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഓരോ പ്രശ്നങ്ങൾക്ക് പിറകെയും ഒരുപാട് പ്രശ്നങ്ങളായിട്ടും വേറൊരു പ്രശ്നം, അത് നേരിടുമ്പോൾ വേറൊരു പ്രശ്നം, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നല്ല രീതിയിൽ സംസാരിക്കാനോ ഇടപഴകാനോ ഒന്നും നിൽക്കാൻ പാടില്ല. അവിടെ നമ്മൾ നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും അവസാനത്തത്, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ നിശബ്ദത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ നിശബ്ദത പാലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബന്ധങ്ങളെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.